ഈ ചാനലിന്റെ ഉദ്ദേശം ബൈബിളിനെക്കുറിച്ചുള്ള സത്യം ലോകത്തെ അറിയിക്കുക എന്നതാണ്. മാരകമായ പകർച്ചവ്യാധികളെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ബൈബിളിന്റെ ഉത്തരം: അവസാന നാളുകളിൽ മാരകമായ പകർച്ചവ്യാധികൾ അഥവാ വ്യാപകമായി പകരുന്ന രോഗങ്ങൾ, മഹാമാരികൾ ഉണ്ടാകുമെന്ന് ബൈബിൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 21:11. ഈ പകർച്ചവ്യാധികൾ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയല്ല. ശരിക്കും പറഞ്ഞാൽ ദൈവരാജ്യത്തിലൂടെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരവസാനം കൊണ്ടുവരാനിരിക്കുകയാണ് ദൈവം. മഹാമാരികൾ ഉണ്ടാകുമെന്ന് ബൈബിൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടോ? കോവിഡ്-19, എയ്ഡ്സ്, സ്പാനിഷ് ഫ്ലൂ എന്നിങ്ങനെയുള്ള രോഗങ്ങളെക്കുറിച്ചോ മഹാമാരികളെക്കുറിച്ചോ ബൈബിൾ പേരെടുത്ത് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല. പക്ഷേ മാരകമായ പകർച്ചവ്യാധികളും മാരക രോഗങ്ങളും ഉണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. വെളിപാട് 6:8. വ്യവസ്ഥിതി അവസാനിക്കാൻ പോകുന്നതിൻ്റെ അഥവാ അവസാനകാലത്തിൻ്റെ അടയാളമാണ് ഇത്തരം സംഭവങ്ങൾ. 2 തിമോത്തിയോസ് 3:1, മത്തായി 24:3. രോഗങ്ങൾ കൊണ്ട് ദൈവം എപ്പോഴെങ്കിലും ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ടോ? രോഗങ്ങൾ കൊണ്ട് ദൈവം ചില ആളുകളെ ശിക്ഷിച്ചതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, ദൈവം ചില ആളുകൾക്ക് കുഷ്ഠരോഗം വരുത്തി. സംഖ്യാപുസ്തകം 12:1-16 വരെ, 2 രാജാക്കന്മാർ 5:20-27 വരെ, 2 ദിനവൃത്താന്തം 26:16-21 വരെ. പക്ഷേ നിഷ്കളങ്കരായ ഒരു കൂട്ടം ആളുകൾക്ക് ഒരു പകർച്ചവ്യാധി പിടിപെടുന്നത് പോലെ ആയിരുന്നില്ല ഈ സംഭവങ്ങൾ. പകരം ദൈവത്തോട് ധിക്കാരം കാണിച്ച വ്യക്തികൾക്കെതിരെ ദൈവം വരുത്തിയ ന്യായവിധികളായിരുന്നു അവ. അത് അവരെ മാത്രമാണ് ബാധിച്ചത്. ഇക്കാലത്തെ പകർച്ചവ്യാധികൾ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയാണോ? അല്ല. എന്നാൽ രോഗങ്ങളും പകർച്ചവ്യാധികളും ഉപയോഗിച്ച് ദൈവം ആളുകളെ ഇന്ന് ശിക്ഷിക്കുന്നുണ്ടെന്ന് ചില ആളുകൾ പറയുന്നു. പക്ഷേ ബൈബിൾ അങ്ങനെ പറയുന്നില്ല. അതെങ്ങനെ അറിയാം? പണ്ടുകാലത്തും ഇക്കാലത്തും ദൈവത്തെ ആരാധിക്കുന്നവർക്ക് രോഗങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, ദൈവത്തോട് വിശ്വസ്തനായിരുന്ന തിമത്തിയോസിനു പോലും കൂടെയുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. 1 തിമത്തിയോസ് 5:23. പക്ഷേ അതൊന്നും ദൈവം വരുത്തിയതാണെന്ന് ബൈബിൾ പറയുന്നില്ല. അതുപോലെ ഇക്കാലത്തും ദൈവത്തെ വിശ്വസ്തമായി ആരാധിക്കുന്നവർക്ക് രോഗം വരുകയോ പകർച്ചവ്യാധികൾ പിടിപെടുകയോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അപ്രതീക്ഷിതമായി സംഭവിക്കുന്നത് മാത്രമാണ്. സഭാപ്രസംഗകൻ 9:11. ഇനി അതുമാത്രമല്ല, ദുഷ്ടമനുഷ്യരെ നശിപ്പിക്കുന്നതിനുള്ള ദൈവത്തിന്റെ സമയം ഇപ്പോഴല്ല, അത് വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ബൈബിൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് രക്ഷയുടെ ദിവസത്തിലാണ്. അതായത് ദൈവത്തോടടുക്കാനും രക്ഷ നേടാനും ദൈവം എല്ലാ മനുഷ്യർക്കും അവസരം കൊടുത്തിരിക്കുന്ന സമയം. 2 കൊരിന്ത്യർ 6:2. ദൈവരാജ്യത്തിന്റെ സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരു ആഗോള പ്രസംഗ പ്രവർത്തനത്തിലൂടെയാണ് ദൈവം അതിന് ആളുകളെ സഹായിക്കുന്നത്. മത്തായി 24:14. പകർച്ചവ്യാധികളില്ലാത്ത ഒരു കാലം വരുമോ? വരും. ആർക്കും രോഗം വരില്ലാത്ത ഒരു കാലം ഉടനെ വരുമെന്ന് ബൈബിൾ മുൻകൂട്ടി പറയുന്നു. ദൈവത്തിന്റെ രാജ്യം ഭൂമിയെ ഭരിക്കുമ്പോൾ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊണ്ടുവരും. യെശയ്യാ 33:24, 35:5-6. ദൈവം എല്ലാത്തരം കഷ്ടപ്പാടുകളും വേദനകളും മാത്രമല്ല മരണം പോലും ഇല്ലാതാക്കും. വെളിപാട് 21:4. അതുപോലെ മരിച്ചുപോയവർക്ക് ദൈവം വീണ്ടും ജീവൻ കൊടുക്കും. അങ്ങനെ അവർക്കും ഭൂമിയിലെ ആ നല്ല അവസ്ഥയിൽ നല്ല ആരോഗ്യത്തോടെ ജീവിതം ആസ്വദിക്കാൻ പറ്റും. സങ്കീർത്തനം 37:29, പ്രവർത്തികൾ 24:15. രോഗങ്ങളെക്കുറിച്ചുള്ള ബൈബിൾ വാക്യങ്ങൾ. മത്തായി 4:23. യേശു ഗലീലയിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത പ്രസംഗിക്കുകയും ജനങ്ങളുടെ എല്ലാത്തരം രോഗങ്ങളും വൈകല്യങ്ങളും ഭേദമാക്കുകയും ചെയ്തു. അർത്ഥം: ദൈവരാജ്യം മനുഷ്യർക്കു വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ പതിപ്പായിരുന്നു യേശുവിൻ്റെ അത്ഭുതങ്ങൾ. ലൂക്കോസ് 21:11. മാരകമായ പകർച്ചവ്യാധികളും ഉണ്ടാകും. അർത്ഥം: എല്ലായിടത്തും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ അവസാന കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ഉണ്ടാകും. വെളിപാട് 6:8. അതാ, വിളറിയ നിറമുള്ള ഒരു കുതിര. കുതിരപ്പുറത്തിരിക്കുന്നവന് മരണം എന്നു പേര്. ശവക്കുഴി അയാളുടെ തൊട്ടുപുറകെ ഉണ്ടായിരുന്നു. മാരകരോഗത്താൽ സംഹാരം നടത്താൻ അവർക്ക് അധികാരം ലഭിച്ചു. അർത്ഥം: നമ്മുടെ ഈ കാലത്ത് മഹാമാരികൾ ഉണ്ടാകുമെന്നാണ് 4 കുതിരക്കാരെക്കുറിച്ചുള്ള ഈ പ്രവചനം സൂചിപ്പിക്കുന്നത്.